ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്ന് പൊടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. പൊടി എൻ്റെ ചേച്ചിയുടെ മോളാണ്. അവളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്ച്ചൊരു ഫ്രോക്കിൻ്റെ സിമ്പിൾ ഫ്രോക്കാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ യോക്കിൻ്റെ പോർഷനിലൊക്കെ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അതിനായിട്ട് ഞാൻ ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന നെറ്റ് 3 മീറ്ററും സാറ്റിൻ 1.5 മീറ്ററും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 മീറ്റർ നമ്മളുടെ ഒരു ഡാർക്ക് കളർ സാറ്റിൻ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിപ്പോൾ റഫായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഞാൻ കട്ട് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണം മറ്റേതിൽ മെയിൻ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ 4 ഇഞ്ച് അടയാളപ്പെടുത്തി, മിഡ് ആം ഹോൾ ലെങ്ത്ത് 3.25 ഇഞ്ച്, നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 2 ഇഞ്ച്, നിങ്ങളുടെ കുട്ടികളുടെ അളവ് എത്രയാണോ അപ്പോൾ ആ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് അളവ് കിട്ടും. വേസ്റ്റിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ചൊക്കെ ലൂസ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അവൾക്ക് അത് ഒരു 22 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ ഫ്ലെയർ ഞാനൊരു 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത അളവുകളെല്ലാം കൂടിയിട്ട് യോജിപ്പിച്ചിട്ട് സീം എലമെൻറ്റ്സ് വിടാണ്. എ ലൈൻ ആയതുകൊണ്ട് തന്നെ ആ എൻഡ് പോർഷനിൽ കർവ് ചെയ്ത് വരയ്ക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ നമ്മുടെ യോക്ക് പോർഷൻ വരുന്നുണ്ട്. അപ്പം നെക്ക് അളവ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ 2 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ, നെക്ക് വൈഡും നെക്കിൻ്റെ ലെങ്ത്തും. അതിന് ശേഷം നമ്മൾ ഈ അടിയിലോട്ടുള്ള യോക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. അപ്പം ഞാനൊരു 2.5 ഇഞ്ച് താഴ്ത്തോട്ട് അടയാളപ്പെടുത്തിയിട്ട് ആ 2.5 ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ വരെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ നമ്മളുടെ 4 ഇഞ്ച് ആയതുകൊണ്ട് 2 ഇഞ്ച് നമ്മൾ നെക്ക് വൈഡ് പോയി, പിന്നീട് ബാലൻസ് 2 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2.5 ഇഞ്ചാണ് യോക്കിൻ്റെ വരുന്നതുകൊണ്ട് തന്നെ ഷോൾഡർ ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ചോളം ഈ ഒരു ഡിസൈനിന് കൂട്ടിയിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശേഷം നമ്മൾ ആം ഹോള് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ കൃത്യളവാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്തത്. ആ കൃത്യളവിൽ തന്നെ ആ യോക്ക് സെപ്പറേറ്റ് കട്ടെടുക്കുക. അടി പോർഷനിൽ വരുന്ന ആ എ ലൈനിൻ്റെ പാർട്ടും കൃത്യളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൽ എക്സ്ട്രാ മാർക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പിന്നീട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ അടി പോർഷൻ്റെ സാറ്റിൻ വെച്ചിട്ട് ഈ സാറ്റിൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അത് കൃത്യത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ബാക്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് വെക്കണം. അപ്പോൾ അതിനുള്ളൊരു സീം എലമെൻറ്റ്സ് വിട്ടിട്ട് വേണം ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യോക്കിൻ്റെ അവിടെ സീം എലമെൻറ്റ്സ്, അതായത് സ്റ്റിച്ച് ചെയ്ത് വരാനുള്ള ഒരു 1/2 ഇഞ്ച് അടിയിൽ വിട്ടിട്ട് വേണം നമ്മൾ ഈ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ അല്ല, ഫ്രണ്ടിൻ്റെ യോക്ക് കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സീം എലമെൻറ്റ്സ് വിടാനായിട്ട് മറക്കരുത്, സിബ് വയ്ക്കാനുള്ള സീം എലമെൻറ്റ്സ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട് 2 എണ്ണം കട്ട് ചെയ്യണം, ബാക്കും 2 എണ്ണം കട്ട് ചെയ്യണം. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു അടിയിലത്തെ പോർഷൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ സെൻറ്ററിൽ 17 ഇഞ്ചും ആ ആം ഹോളിൻ്റെ അവിടുത്തെ ലെങ്ത്ത് 21 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് കട്ട് ചെയ്യുമ്പോൾ ആ 21 ഇഞ്ചിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. കൂടുതൽ എക്സ്ട്രാ 1 ഇഞ്ച് സീം എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് വിട്ട് കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു ലെങ്ത്ത് തന്നെ, അതായത് ആം ഹോളിൻ്റെ അവിടെ ആ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ട് ഇച്ചിരി കയറി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കയറി വരുന്നതിൻ്റെ ലെങ്ത്ത് വേണം എടുക്കാം. സെൻറ്റർ അളവിൻ്റെ 17 ഇഞ്ച് എടുക്കരുത്, മുകളിൽ 21 ഇഞ്ച് വേണം എടുക്കാൻ. ഇനി ക്യാൻവാസാണ് കട്ട് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 2 ഇഞ്ച് നെക്ക് വൈഡും 2 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തത്. നിങ്ങൾക്ക് 2.25 ഇഞ്ച് കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പിന്നീട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് നമ്മൾ സിബ് വെക്കാനുള്ള സീം എലമെൻറ്റ്സ് വിടാനായിട്ട് മറക്കരുത്. അതും ഈ പറഞ്ഞ കൂട്ട് ഈ 2 ഇഞ്ച് നെക്ക് വൈഡും 2.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുട്ടികളുടെ ഇത് 2 വയസ്സുകാരിയുടെ അളവാണ്. കുട്ടികളുടെ ഏജ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ നെക്കിൻ്റെ ലെങ്ത്തും കൂട്ടണം. ശേഷം നമ്മളുടെ ഈ ഒരു ക്യാൻവാസ് ഒരു പീസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ ഇതിൻ്റെ പൊട്ടവശത്ത് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഈ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പീസും കൂടി വരും കേട്ടോ. ഇതുപോലെ തന്നെ യോക്കിൻ്റെ 2 പീസ് ഞാൻ വേണമായിരുന്നു, മുമ്പേ പറഞ്ഞായിരുന്നു. ആ പീസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ ഫ്ലവറിന് വേണ്ട സാറ്റിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലെ 5 ഇഞ്ച് വിട്ടാണ് സാറ്റിന് കൊടുത്തത്. അപ്പോൾ സാറ്റിൻ്റെ വിട്ട് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 44 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 44 ഇഞ്ച് നീളത്തിൽ 5 ഇഞ്ച് വീതിയിൽ നമ്മൾ സാറ്റിൻ കട്ട് ചെയ്തെടുക്കുക. അത് നന്നായി അയൺ ചെയ്യാൻ മറക്കരുത്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
നെറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഒരു 6 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ട് 3 പീസും ബാക്കിലോട്ട് 3 പീസും. അപ്പോൾ ആ ഫ്രണ്ടിലെ 3 പീസ് ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫ്രിൽസ് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷവും നമ്മൾ സാറ്റിൻ വെച്ച് നോക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഇട്ടതിന് മുകളിൽ കൂടെ നമ്മൾ ഒന്നും കൂടി നല്ല തിക്കായിട്ട് തന്നെ ഫ്രിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഈ ഒരു മോഡലിന് നല്ല നെറ്റ് വരുന്നത് തന്നെയാണ് ഭംഗി. അതിനുശേഷം സാറ്റിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നെറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആം ഹോളിൻ്റെ ഒരു കർവ് വരുന്നുണ്ട്. നെക്കിൻ്റെ ഭാഗത്തും ഷേപ്പിൽ തന്നെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തേണ്ടത്. ഞാൻ പറയണത് അടിയിലോട്ടുള്ള സാറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കർവ് വരണതുകൊണ്ട് തന്നെ നെറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് വളച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അടിയിൽ നമ്മളുടെ ഈ ലെങ്ത്തിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കിൻ്റെ സിബ് വെക്കാനുള്ള ഒരു പീസ് സെൻറ്റർ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെറ്റ് ബാക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 പീസാണ് ബാലൻസ് ഉള്ളത്. ആ 3 പീസും ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് 2 പീസാക്കിയിട്ട് നെറ്റ് കട്ട് ചെയ്തിട്ട് വേണം ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ 1.5 മീറ്ററിലായിരിക്കും ബാക്കിൽ 2 പീസായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കിലും ഇതുപോലെ തന്നെ ആ കർവിൽ നമ്മളുടെ നെറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ബാക്കിൻ്റെ സിബിൻ്റെ പോർഷനിൽ നെറ്റും സാറ്റിനും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്. ഇനി ആം ഹോൾ ഫിനിഷ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ആ ഒരു ഫ്രിൽസ് വെച്ച് ആ പീസിൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പ് വരുന്നുണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു ഷേപ്പാണ് വരുന്നുള്ളൂ. അത് നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഡബിളാക്കി മടക്കിയിട്ട് നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ ആം ഹോൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഓൾറെഡി ഞാൻ അതിൻ്റെ അയൺ ചെയ്ത് സെൻറ്റർ പോർഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 പീസ് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. ഫിനിഷിങ്ങിന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് ജോയിൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ ബാക്കും ഇതുപോലെ തന്നെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ പോർഷനും കൂടി എക്സ്ട്രാ ഒരു സീം അലവൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഈ നെക്ക് സാധാരണ അടിക്കണ പോലെ തന്നെ തിരിച്ചു മറിച്ച് എടുക്കുക. ഇനി ഫ്രണ്ടിൻ്റെ ഇങ്ങനെ ചെയ്ത് വെച്ചാണ് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ യോക്ക് പോർഷൻ അതിൻ്റെ സെൻറ്റർ 2 ഭാഗത്തേയും കാണാം. അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസ് അടിച്ചാണ് ആ ഒരു പീസ് ഉണ്ടല്ലോ, ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്താണ് പീസാണ് നമ്മൾ ആദ്യം ഈ ഫ്രിൽസ് ഇട്ടാണ് പീസുമ്മേ ജോയിൻ ചെയ്യണത്. അപ്പോൾ ആ ഫ്രിൽസ് ഇട്ടാണ് ആ സെൻറ്റർ പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ പോർഷനും കൂടി കണ്ടിട്ട് ആ ഒരു ക്യാൻവാസ് വെച്ചേണേൻ്റെ നല്ല ഭാഗം ഈ ഫ്രിൽസ് ഇട്ടേണേൻ്റെ പൊട്ട ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് നമ്മൾ ആ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തതിൻ്റെ നല്ല ഭാഗം ഈ ഫ്രിൽസ് ഇട്ടതിൻ്റെ പൊട്ട ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്യാൻവാസ് ജോയിൻ ചെയ്താണ് യോക്കിൻ്റെ ഹാഫ് പോർഷൻ വരെ വരുള്ളൂ. ബാലൻസ് നമ്മൾ സെപ്പറേറ്റ് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ആദ്യം റൗണ്ട് ചെയ്ത് അടിക്കുക. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ക്യാൻവാസ് വരാത്ത ആ സാറ്റിൻ്റെ പോർഷൻ ഇതുപോലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ ആ സീം എലവൻസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കൃത്യത്തിൽ റൗണ്ട് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ.
ഇനി ബാക്കാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിൻ്റെ ആ യോക്ക് പോർഷൻ സെൻറ്റർ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. കാരണം നമ്മൾ സിബ് വെക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻവാസ് അയൺ ചെയ്തേണ ഭാഗത്തിൻ്റെ നല്ല ഭാഗം നമ്മളുടെ ഫ്രിൽസ് ഇട്ടേണ്ട സാറ്റിൻ്റെ പൊട്ട ഭാഗത്തോട് കൂടിയിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് കൃത്യത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഷോൾഡറും നമ്മൾ കവർ ചെയ്താണ് അടിക്കണത്. അപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ ഇതുപോലെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ, അത് നമ്മൾ സെൻറ്റർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ഒരു അടിയാണ് അടിക്കണത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ഷോൾഡർ നിൽക്കും. അതായത് രണ്ട് പോർഷനും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ സ്ട്രെയിറ്റ് അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ആ പോർഷൻ ഉണ്ട്, ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഈ രണ്ട് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ സീം അലവൻസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും. ശേഷം നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ സിബ് ഇല്ല, നിങ്ങൾക്കൊരു ഹുക്കും അയ്യോ ആണ് വെക്കണമെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം ഞാനിതൊരു ക്ലോസ്ഡ് നെക്കാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു തല കടക്കാനുള്ള പാകത്തിനുള്ള ഒരു ഓപ്പണിംഗ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സിബ് വെക്കേണ്ടവർക്ക് വെക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സിബ് വെക്കണതൊക്കെ ഇതിനു മുമ്പ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അത് നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മളുടെ അടിപ്പോർഷൻ സാറ്റിൻ നമ്മൾ മടക്കിയടിച്ച് സൈഡ് രണ്ടും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത്. ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ചാണ് ആ ഡാർക്ക് കളർ സാറ്റിൻ ആദ്യം തന്നെ നല്ല വശം ചേർത്തിട്ട് ഒരു എൻഡ് ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. കാരണം അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ പോകുന്ന ആ പോർഷൻ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഫ്ലവറിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്ത് ക്ലോസ് ചെയ്ത് അടിക്കണമെങ്കിൽ അടിക്കാം, ഇല്ല ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഈ ഒരു പോർഷനാണ് ഉള്ളിലോട്ട് പോകുന്നത്, അപ്പുറത്ത് ഫിനിഷ് ചെയ്ത പോർഷനാണ് നമ്മൾ പുറം വശത്ത് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മളൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതായത് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ശേഷം ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഫിനിഷ് ചെയ്തണ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ചെരിച്ച് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊന്തി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് ഇതൊരു ഫുള്ളായിട്ട് ഹെം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു റോസ് ഫ്ലവർ മോഡൽ വരും കേട്ടോ. ഇതുപോലെ ഒരു 5 എണ്ണമാണ് ഞാൻ ചെയ്തെടുത്തേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ സൈസ് അനുസരിച്ച് എത്രയാണോ, അല്ലെങ്കിൽ ഇത്രയും വലിപ്പത്തിൽ നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ വലിപ്പം ഇത്രയും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാറ്റിൻ്റെ വിട്ടൊന്ന് കുറച്ചാൽ മതി. ഞാൻ ടോട്ടൽ 5 ഇഞ്ചാണ് എടുത്തേണേ. അത് ഫോൾഡ് ചെയ്തിട്ട് 2.5 ഇഞ്ചിലുള്ള സാറ്റിൻ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്രയും വലുത് വരുന്നത്. നിങ്ങൾക്ക് അതിന് കുറച്ചിട്ട് 2 ഇഞ്ചിലുള്ള സാറ്റിൻ ചെയ്യാം, 1.5 ഇഞ്ചിലുള്ള സാറ്റിൻ ചെയ്യാം, സാറ്റിൻ്റെ ഫ്ലവേഴ്സ് ചെയ്യാം. അപ്പോൾ സൈസ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ സൈസ് കുറയണതനുസരിച്ച് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടും. ഇല്ല നിങ്ങൾക്ക് 5 ഫ്ലവേഴ്സ് മതി, ഇത്രയും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് തന്നെ എടുത്തോളൂ കേട്ടോ.
ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞായിരുന്നു നെറ്റ് കട്ട് ചെയ്യണത് നമ്മൾ ആം ഹോളിൻ്റെ ആ ഷേപ്പിൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ അവിടെ 21 സെൻറ്റർ പോർഷനിൽ 17 ഇഞ്ചാണ് വന്നത്. അപ്പോൾ അത് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ബാലൻസ് നിൽക്കണ ആ ഒരു നെറ്റിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയുക. ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഫ്ലവേഴ്സുകൾ ആ യോക്ക് പോർഷനിൽ നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൃത്യത്തിൽ വെച്ചിട്ട് നിങ്ങൾ തുന്നി പിടിപ്പിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ പൊടിക്കുട്ടിക്ക് മേമയുടെ വക ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.